രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി രണ്ട് രാജ്യങ്ങൾക്കും ആൾനാശം വലിയ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ പലതരത്തിലുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കണം. അതാണ് ഇന്ത്യ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻഗണന. അതിനുവേണ്ടി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളൊക്കെ നൽകുന്നുണ്ടെങ്കിലും ഒരു പരിക്ക് ഏൽക്കുന്നത് കുറയ്ക്കാനോ അല്ലെങ്കിൽ പരിക്കേറ്റുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള പലതരത്തിലുമുള്ള ചർച്ചകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നടന്നുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, DRDO, അതായത് ഡിഫൻസ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ, അവർ ഓരോ ആയുധങ്ങളും ഓരോ ദിവസവും നിർമ്മിക്കുന്നുണ്ട്. അതിഗംഭീരമായ രീതിയിലുള്ള ആയുധങ്ങളാണ് അവർ നിർമ്മിക്കുന്നത്. DRDOയുടെ ആയുധങ്ങളൊക്കെ വാങ്ങാൻ തന്നെ, അതായത് ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങൾ, തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിക്കുന്ന ആയുധങ്ങളൊക്കെ വാങ്ങാൻ തന്നെ മറ്റ് ലോക രാജ്യങ്ങളടക്കം ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. നിലവിൽ DRDO മറ്റൊരു നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ചുവടുവെച്ചിരിക്കുകയാണ്. അതായത് യുദ്ധരംഗത്ത് ആൾനാശം കുറയ്ക്കാനും അപകടകരമായ ദൗത്യങ്ങൾ നിർവഹിക്കാനും ഇനി ഇന്ത്യൻ സൈന്യത്തിൽ മുൻനിരയിൽ നെഞ്ചും വിരിച്ചുകൊണ്ട് റോബോട്ടുകളെ കൊണ്ടുവരാൻ പ്രതിരോധ ഗവേഷണ സംഘടനയായ DRDO രംഗത്തെത്തുകയാണ്. സൈനിക ആവശ്യത്തിനുള്ള റോബോട്ടുകളുടെ പ്രോട്ടോടൈപ്പ് 2027 പൂർത്തിയാകുമെങ്കിലും 2050 മാത്രമേ മനുഷ്യ സ്വഭാവത്തോടു കൂടിയ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ സേവനം ലഭ്യമാക്കാൻ സാധിക്കുള്ളൂ. ആ ലക്ഷ്യം കൈവരിക്കാൻ ഗവേഷണം അതിവേഗത്തിലാണ് മുന്നേറുന്നത്. ഈ 2050 എന്ന് DRDO ഇട്ടിരിക്കുന്നത് ഒരു നിർണായകമായ ഒരു വർഷമാണ്. പക്ഷെ അതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് റോബോട്ടുകളെ ഇന്ത്യൻ ആർമിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു തന്ത്രപരമായ ഒരു നീക്കമാണ് ഇപ്പോൾ DRDO ചെയ്യുന്നത്. യുദ്ധരംഗത്ത് കാലാൽപ്പടയുടെ മുൻനിരയിൽ മാത്രമല്ല, തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും റോബോട്ടുകളെ ഉപയോഗിക്കാനാണ് DRDOയുടെ പദ്ധതി. അതായത് അപകടകരമായ ദൗത്യങ്ങളിലാണ് റോബോട്ടുകളെ ഉപയോഗിക്കാം. പക്ഷേ റോബോട്ടുകളുടെ നിയന്ത്രണം കമാൻഡർമാരുടെ കയ്യിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂനെയിലെ DRDOയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകളെ വികസിപ്പിക്കുന്നത്. സൈനിക ആവശ്യത്തിനുള്ള റോബോട്ടുകളുടെ ആദ്യഘട്ട വികസനം 2027 പൂർത്തിയാകും. വിദേശ സഹായം ഇല്ലാതെ തദ്ദേശീയമായി നിർമ്മിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതിനാലാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാലതാമസം നേരിടുന്നത്. ചക്രങ്ങളുള്ള വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രയാസമുള്ള ചില വനങ്ങളുണ്ട്. അതായത് ചില വലിയൊരു കാട് മൂടിയ വനങ്ങൾ ഉണ്ടാകും. ചില ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള അല്ലെങ്കിൽ അപകട തോത് വർദ്ധിക്കുന്ന ചില വനങ്ങളുണ്ടാകും. അവിടെയൊന്നും തന്നെ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതിപ്പോൾ സാധാരണ കാറായിരുന്നാലും ഇനിയിപ്പോൾ ജീപ്പായിരുന്നാലും ശരി തന്നെ അവിടെ ആ വനങ്ങളിലൊന്നും തന്നെ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കാൽനട യാത്രയായിട്ട് മാത്രമേ അവിടെ എത്താൻ പറ്റൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ, അങ്ങനെയുള്ള വനപ്രദേശങ്ങളിൽ റോബോട്ടുകളെ കൂടുതലായിട്ട് വിന്യസിക്കാനാണ് ഒരു നീക്കം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് തീവ്രവാദികൾ കൂടുതലായി അവിടെ ക്യാമ്പ് ചെയ്യുന്നതും ഒളിവിൽ കഴിയുന്നത്. കൂടാതെ കുത്തനെയുള്ള മലമുകൾ പ്രദേശങ്ങൾ, യുദ്ധത്തിൽ തകർന്ന നഗരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ രണ്ട് കാലിൽ നടക്കാൻ കഴിയുന്ന വൈപ്പ് ഫൈൻഡർ സംവിധാനമുള്ള റോബോട്ടുകളെയാണ് നിർമ്മിക്കുക. റോബോട്ടുകളുടെ മുകൾ ഭാഗത്തിന് 24% ചലനശേഷിയോട് കൂടിയതായിരിക്കും ഈ റോബോട്ടുകൾ. മൈനുകളും അതോടൊപ്പം തന്നെ സ്ഫോടക വസ്തുക്കളും നിർവീര്യമാക്കാനും വാതിലുകൾ തുറക്കാനും അവശിഷ്ടങ്ങൾ നീക്കാനും ഈ റോബോട്ടിന് ആകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.